എല്ലാവർക്കും നമസ്കാരം. അപ്പോൾ ഇത് നമുക്ക് കുക്കറിൽ പാല് വേവിച്ചുകൊണ്ട് എങ്ങനെ നമുക്ക് നല്ല പിങ്ക് കളറിലുള്ള പാലട പായസം റെഡിയാക്കാമെന്ന് നോക്കാം. അപ്പോൾ അതിനായിട്ട് നമ്മൾ കുക്കർ എടുക്കുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കുക, സോപ്പിന്റെ അംശമൊന്നും പാടില്ല. അതേപോലെ തന്നെ നമ്മൾ കറികളൊക്കെ ഉണ്ടാക്കാനായിട്ട് ഉപയോഗിക്കുന്ന കുക്കറാണെങ്കിൽ നല്ലപോലെ കഴുകി വൃത്തിയാക്കണം. അഥവാ എന്തെങ്കിലും എണ്ണയുടെ അംശം ഉണ്ടെന്നുണ്ടെങ്കിൽ നല്ലപോലെ ചൂടുവെള്ളത്തിൽ പല പ്രാവശ്യം ഒന്ന് കഴുകി തിളപ്പിച്ച് ഒന്ന് വൃത്തിയാക്കി എടുക്കുക. പിന്നെ നമ്മൾ അത്യാവശ്യം ഇതേപോലെ വലിയ കുക്കർ വേണ്ടോ എടുക്കാനായിട്ട്, അല്ലെങ്കിൽ പാല് തിള വരുമ്പോഴേക്കും ആകെ തൂവിപ്പോവും. അപ്പോൾ എൻ്റെ കുക്കർ വലിയൊരു കുക്കറാണ്. ഞാനിപ്പോൾ മിൽമയുടെ പാക്കറ്റ് 7 പാക്കറ്റാണ് എടുക്കുന്നത്. ഒരു പാക്കറ്റ് നമുക്ക് 500 ml ആണ്. അപ്പോൾ നമുക്ക് ടോട്ടൽ ഒരു 3.5 ലിറ്റർ പാല് വെച്ചിട്ടാണ് നമ്മൾ ഈ പാലട പായസം റെഡിയാക്കാനായിട്ട് പോകുന്നത്. അപ്പോൾ നേരത്തെ പറഞ്ഞ പോലെ നമ്മൾ ഈ വലിയ കുക്കറിലേക്ക് 7 പാക്കറ്റ് പാലും പൊട്ടിച്ചൊഴിക്കുക. അതുണ്ടല്ലോ, നമ്മൾ യൂട്യൂബ് ചാനൽ തുടങ്ങിയ സമയത്ത് ഇതേപോലെ പാലട വെക്കുന്ന റെസിപ്പി ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പൊ അതിൽ സൗണ്ട് ഒന്നും അത്ര ക്ലിയർ അല്ല. നമ്മൾ ആദ്യമായിട്ട് വീഡിയോ എടുക്കുന്നതിന്റെ കുറച്ച് അപാകതകളൊക്കെ ഉണ്ട്. അതുകൊണ്ടാണ് നമ്മൾ രണ്ടാമതും ഇതേപോലെ ഒരു വീഡിയോ എടുക്കുന്നത്. പിന്നീണ്ടല്ലോ, നമ്മൾ ഇതേപോലെ കുക്കറിൽ പാൽ ഒഴിച്ചിട്ട് നമുക്ക് വിസിലൊന്നും വരേണ്ട ആവശ്യമൊന്നുമില്ല. അതിന് തൊട്ട് മുമ്പ് നമ്മളിത് ഓഫ് ചെയ്യണം. അപ്പൊ നമ്മൾ പ്രത്യേകമായിട്ട് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഇതേപോലെ പാല് നമ്മൾ കുക്കറിൽ വെക്കുമ്പോൾ അതിന്റെ വിസില് വരുന്നത് വെയിറ്റ് ചെയ്തിരിക്കണം. വിസിൽ വന്നു കഴിഞ്ഞാൽ പിന്നെ ആകപ്പാടി പാല് തിളച്ച് തൂവിപ്പോവും. അപ്പൊ അതിന് തൊട്ട് മുമ്പ് വേഗം ഓഫ് ചെയ്യാൻ പാകത്തിന് നമ്മളുടെ കിച്ചണിൽ ഉണ്ടായിരിക്കണം. അപ്പൊ എല്ലാ പാലും ഇതിലേക്ക് പൊട്ടിച്ചൊഴിച്ചിട്ടുണ്ട്. ഇനി നമുക്ക് അടച്ചു വെച്ചിട്ട് മീഡിയം ഫ്ലെയിമിൽ ഇതേപോലെ വെയിറ്റ് ചെയ്യാം. വിസിൽ വരുന്നതിന് തൊട്ട് മുമ്പ് നമുക്കത് ഓഫ് ചെയ്യാം. അപ്പോൾ നമ്മൾ വേവിക്കാൻ എടുക്കുന്ന ഈ കുക്കർ മാത്രമല്ല കേട്ടോ, ചൂടുവെള്ളത്തിലൊക്കെ കഴുകി നല്ലപോലെ വൃത്തിയാക്കി എടുക്കേണ്ടത്. അപ്പോൾ ഈ പാൽ ഉപയോഗിച്ച് നമ്മൾ ഏതിലാണോ പായസം റെഡിയാക്കാനായിട്ട് പോകുന്നത്, അതിപ്പോ നോൺ സ്റ്റിക്കോ ഉരുളിയോ എന്തായാലും അതിലും എണ്ണമയൊന്നും പാടില്ല. നല്ല വൃത്തിയുള്ള പാത്രമായിരിക്കണം. കുക്കറിൽ പാൽ അവിടെ ഇരുന്ന് വേവട്ടെ. ഒരു മീഡിയം ഫ്ലെയിമിൽ അങ്ങ് വെച്ച് കൊടുക്കാം. അതേസമയം നമുക്ക് വേറൊരു അടുപ്പിൽ പാലട വേവിക്കാനായിട്ട് നോക്കാം. അപ്പോൾ പാലട വേവിക്കാനായിട്ട് പാത്രത്തിന്റെ 3/4 ഭാഗത്തോളം വെള്ളം എടുത്തിട്ടുണ്ട് കേട്ടോ. അതവിടെ ചൂടാവട്ടെ. നമ്മൾ 200 ഗ്രാമിന്റെ പാക്കറ്റാണ് നമ്മൾ പാലടയ്ക്കുള്ള അട എടുത്തിരിക്കുന്നത്. അപ്പോൾ വെള്ളം ചൂടായി വരുന്നുണ്ട്. ഈ ഒരു സമയത്ത് നമുക്ക് അട പൊട്ടിച്ചിട്ട് അതിലേക്ക് ഇട്ട് കൊടുക്കാം. അപ്പോൾ നല്ല ചൂട് വെള്ളത്തിലേക്ക് നമ്മൾ അട ഇട്ട ശേഷം വേഗം ഇളക്കാട്ടോ, അല്ലെങ്കിൽ പാത്രത്തിന്റെ അടിവശത്ത് ഇങ്ങനെ പൊട്ടിപ്പിടിച്ചിരിക്കും. ഇനി ഒരു ചെറിയ തീയിൽ അതവിടെ കിടന്ന് വേവട്ടെ. നല്ല പോലെ വേവണം. നമുക്ക് കൈകൊണ്ട് എടുത്ത് ഇങ്ങനെ ഞെക്കി നോക്കുമ്പോൾ നല്ല ചോറ് പോലെ നല്ല വെന്ത് വരണം. അത്ര നേരം നമുക്കതവിടെ മീഡിയം ഫ്ലെയിമിൽ കുക്ക് ചെയ്യാം. തിളച്ച് തൂവി പോവാണ്ട് ശ്രദ്ധിക്കുക. അപ്പോൾ ഈ ഒരു സമയത്ത് നമ്മൾ സ്റ്റൗവിൽ പാല് വെച്ചിട്ടുണ്ട്. ഇത് വിസിൽ വരാറായോ എന്ന് നോക്കണം. ഇതപ്പോൾ ഇവിടെ വിസിൽ വരാറായിട്ടുണ്ട്. ഞാനപ്പോൾ കുക്കറിന്റെ ആ ഒരു ഫ്ലെയിം അങ്ങ് ഓഫ് ചെയ്യാണ്. ഇനിയിപ്പോൾ നമുക്കിത് 1 മണിക്കൂറോളം അവിടെ അങ്ങ് മാറ്റി വെക്കാം. ആ 1 മണിക്കൂർ അങ്ങനെ കുക്കറിൽ ആവിയിൽ അങ്ങനെ ഇരിക്കുമ്പോൾ നമ്മളുടെ പാലിന് ഓട്ടോമാറ്റിക് ഒരു പിങ്ക് കളർ വന്നിട്ടുണ്ടാവും. ആ ഒരു സമയത്ത് നമുക്ക് നമ്മളുടെ ഈ പാലട നല്ലപോലെ കുക്കൊക്കെ ചെയ്ത് അതൊക്കെ മാറ്റി വയ്ക്കാം. കണ്ടില്ലേ, നന്നായിട്ട് കുക്കായി വന്നിട്ടുണ്ട്. ഒരെണ്ണം എടുത്ത് കൈവെള്ളയിൽ ജസ്റ്റ് ഒന്ന് ഇതേപോലെ ഞെക്കി നോക്കിയാൽ മനസ്സിലാവും പാലട നല്ലപോലെ വെന്തിട്ടുണ്ട്. ഇനി നമുക്കൊരു 2-3 പ്രാവശ്യം തണുത്ത വെള്ളത്തിൽ കഴുകിയിട്ട് ഊറ്റി മാറ്റി വയ്ക്കാം. ചെറിയ രീതിയിൽ ഐസ് ക്യൂബ് ഇട്ട വെള്ളത്തിലോ അല്ലെങ്കിൽ നോർമൽ തണുത്ത വെള്ളത്തിലോ കുഴപ്പമില്ല. 2-3 പ്രാവശ്യം നല്ലപോലെ ഒന്ന് കഴുകിയിട്ടാണ് വെച്ചിരിക്കുന്നത്. അപ്പൊ അതിന്റെ ആ സ്റ്റാർച്ച് ഒക്കെ നല്ലപോലെ പോയിട്ടുണ്ടാവും. കണ്ടില്ലേ, അപ്പൊ നമ്മളുടെ അട നല്ലപോലെ ഒന്ന് വെള്ളമൊക്കെ ഒന്ന് വാർന്ന് കിട്ടട്ടെ. ഇതവിടെ മാറ്റി വെക്കാം. അപ്പൊ ഈ ഒരു സമയത്ത് 1 മണിക്കൂറൊക്കെ കഴിഞ്ഞു. നമ്മളുടെ കുക്കറിന്റെ വിസിലൊക്കെ കംപ്ലീറ്റ് പോയിട്ടുണ്ട്. നമുക്ക് മെല്ലെ തുറന്നു നോക്കാം. നമ്മൾ 1 മണിക്കൂർ മാറ്റി വെക്കുന്നുണ്ടല്ലോ, ആ ഒരു സമയം കൊണ്ട് കംപ്ലീറ്റ് ആവിയൊക്കെ പോയിട്ട് നമുക്ക് ഇതേപോലെ തുറക്കാൻ പാകത്തിനായിട്ടുണ്ടാവും കേട്ടോ. അപ്പോൾ നമ്മളുടെ കുക്കറിൽ പാല് നല്ല പിങ്ക് കളറിലായിട്ടുണ്ട്. നമ്മൾക്ക് മൊബൈൽ ക്യാമറയിൽ അത്ര അങ്ങോട്ട് അറിയുന്നില്ല. നല്ല പിങ്ക് കളറിലാണ് ഇപ്പൊ നമ്മൾക്ക് പാലിരിക്കുന്നത്. അപ്പൊ നമുക്ക് ഇനി പായസം റെഡിയാക്കാനായിട്ട് നോക്കാം. അത്യാവശ്യം വലിയൊരു പാത്രമാണ് എടുത്തിരിക്കുന്നത്. അതിലേക്ക് ഒരു 2 ടേബിൾ സ്പൂൺ നെയ്യ് ഒഴിക്കുക. നെയ്യൊന്ന് നന്നായിട്ട് ഉരുകി വരുന്ന സമയത്ത് നമ്മൾ നേരത്തെ വാർക്കാനായിട്ട് മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നല്ലോ അട വേവിച്ചത്, അത് അതിലേക്ക് ഇട്ട് കൊടുക്കുക. അപ്പൊ ഫ്ലെയിം വളരെ താഴ്ത്തി വേണം വെക്കാനായിട്ട്. അപ്പോൾ നമ്മൾ ഈ നെയ്യില് അട ചേർത്തിട്ട് നമുക്ക് ഒരു 2-3 സെക്കൻഡെങ്കിലും ചെറിയ ഫ്ലെയിമിൽ ഇട്ടുകൊണ്ട് നമുക്കിതൊന്ന് ഇതേപോലെ ഒന്ന് നല്ലപോലെ ഇളക്കി യോജിപ്പിക്കാം. അപ്പൊ ഇങ്ങനെ വരുമ്പോണ്ടല്ലോ പാലട പായസത്തിൽ നമുക്ക് ആ അട കഴിക്കുമ്പോൾ
നല്ലൊരു ടേസ്റ്റ് ആയിരിക്കും. ആ നെയ്യുടെ ഫ്ലേവറൊക്കെ അടയമയ്ക്ക് കിട്ടിയിട്ടുണ്ടാവും. അപ്പൊ 2-3 മിനിറ്റ് ഇതേപോലെ ഒന്ന് ചെറിയ തീയിൽ ഇളക്കാനായിട്ട് മറന്നു പോകരുത്. ശേഷം അതിലേക്ക് 2 കപ്പ് പഞ്ചസാര ചേർക്കുക. ഞാൻ 250 ml 2 കപ്പാണ് കേട്ടോ പഞ്ചസാര ചേർത്തിരിക്കുന്നത്. അപ്പോൾ ഈ 2 കപ്പ് പഞ്ചസാരയും നമുക്ക് നല്ലപോലെ ഒന്ന് ഇളക്കി യോജിപ്പിക്കാം. ചെറുതായിട്ടൊന്ന് മെൽറ്റായി വരണ വരെ നമുക്ക് നല്ലപോലെ ഇളക്കാം. അപ്പോൾ ഈ ടൈമിലൊക്കെ ഫ്ലെയിം ഒരുപാട് കൂട്ടി വെക്കേണ്ട ആവശ്യമില്ല കേട്ടോ, പഞ്ചസാരയുടെ കളറൊന്നും മാറരുത്. അപ്പോൾ നമ്മൾ നല്ലപോലെ വേവിച്ചെടുത്ത നമ്മുടെ ഈ അടയിൽ ഈ പഞ്ചസാരയും അതേപോലെ തന്നെ നെയ്യുടെ ഫ്ലേവറൊക്കെ നല്ലപോലെ ഒന്ന് ആവാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഇതേപോലെ ചെറിയ ഫ്ലെയിമിൽ ഇങ്ങനെ ഇളക്കി കൊടുത്തിരിക്കുന്നത്. അപ്പോൾ നമ്മളിതിലേക്ക് പഞ്ചസാര ചേർക്കണം കാണുമ്പോൾ തന്നെ മനസ്സിലാവുന്നുണ്ടാവും നമ്മൾ നല്ലപോലെ പഞ്ചസാര ഇതിൽ ആഡ് ചെയ്യുന്നുണ്ട്. അതേപോലെ തന്നെ പാലൊക്കെ പാകത്തിന് കുറുകി വറ്റി വരണം. അപ്പോഴാണ് നമുക്ക് പാലടയ്ക്കൊക്കെ നല്ല ടേസ്റ്റ് ഉണ്ടാവുക. അപ്പോൾ ഷുഗർ ഉള്ളവരൊക്കെ കഴിക്കുമ്പോൾ ഒന്ന് ശ്രദ്ധിക്കുക. അപ്പോൾ ഞാനും ഇവിടെ ഇടയ്ക്കിടയ്ക്കൊന്നും ഉണ്ടാക്കാറൊന്നുമില്ല, വർഷത്തിൽ ഒരിക്കലും ഉണ്ടാക്കുള്ളൂ നമ്മളുടെ ഓണത്തിന്റെ അന്ന്. കാരണം ഒത്തിരി മധുരവും പാലും ഒക്കെ ഉള്ളതാണ്. അപ്പോൾ നോക്കിക്കേ, നമ്മുടെ പഞ്ചസാരയൊക്കെ നല്ലപോലെ നല്ല മെൽറ്റായിട്ട് നല്ല സിറപ്പ് പോലെ ആയിട്ടുണ്ട്. അന്ന് അതിന്റെ കളറൊന്നും മാറിയിട്ടില്ല, ആ നെയ്യ് മാത്രമേ ഉള്ളൂ അതിൽ. ഇനി നമുക്ക് ഫ്ലെയിം നേരെ താഴോട്ട് ആക്കി വെച്ചതിന് ശേഷം വേണം നമുക്ക് കുക്കറിലെ ഈ പാല് മുഴുവനായിട്ട് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാൻ. അപ്പോൾ ഫ്ലെയിം നല്ലപോലെ താഴേക്ക് ആക്കി വെക്കാൻ മറക്കരുത് കേട്ടോ. അതിനുശേഷം മേത്തൊന്നും വീഴാണ്ട് ഇതേപോലെ എല്ലാ പാലും നമുക്ക് ഇതിലോട്ട് ഒഴിച്ചു കൊടുക്കാം. അതിനുശേഷം നല്ലപോലെ ഒന്ന് ഇളക്കി യോജിപ്പിക്കാം. അപ്പോൾ നമ്മൾക്കിപ്പോൾ നല്ല പിങ്ക് കളറിൽ പാല് ഇരിക്കുന്നുണ്ടെങ്കിലും നമുക്ക് ആ ഒരു പാലടയുടെ ഒരു ടെക്സ്ചർ കിട്ടിയിട്ടില്ല. പിങ്ക് കളറിൽ പാല് വന്നാൽ മാത്രം നമുക്ക് പാലടയ്ക്ക് ടേസ്റ്റ് ഒന്നും ഉണ്ടാവില്ലല്ലോ. ഇപ്പോൾ അട വേറെ പാല് വേറെ ആ ഒരു രീതിയിലാണ് നമുക്കിപ്പോൾ ഇരിക്കുന്നത്. ഇനി നമ്മൾ ഒരു മീഡിയം ഫ്ലെയിമിൽ തുടരെ നല്ലപോലെ ഇളക്കി വെറ്റിച്ച് കൊണ്ടുവരണം. അപ്പോൾ പിങ്ക് കളറിനൊപ്പം നമുക്ക് ആ ഒരു നല്ലൊരു ടെക്സ്ചർ കിട്ടണം പാലടയുടെ. പിന്നീടല്ലോ നമ്മളിപ്പോൾ പാലാണല്ലോ ഇളക്കുന്നത്, അപ്പോൾ ഒരേ സൈഡിലേക്ക് തന്നെ ഇളക്കിക്കൊണ്ടിരിക്കാനായിട്ട് ശ്രദ്ധിക്കുക. നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും മാറി മാറി ഇളക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ പാല് പെട്ടെന്ന് പിരിഞ്ഞ പോലെ ആവും. അപ്പോൾ മീഡിയം ഫ്ലെയിമിൽ നമ്മൾ ഒരേ സൈഡിലേക്ക് മെല്ലെ മെല്ലെ ഇടയ്ക്കിടയ്ക്ക് അടിയിലൊന്നും പിടിക്കാണ്ട് തിളച്ച് തൂവി പോവാണ്ട് ഇളക്കിക്കൊണ്ടേയിരിക്കുക. അപ്പോൾ നമ്മൾ ഇളക്കിയ ശേഷം നമ്മളുടെ പാലൊക്കെ ചെറുതായിട്ടൊക്കെ ഒന്ന് കുറുകി വരുന്നുണ്ട്. ഈ ഒരു ടൈമിൽ നമ്മൾ ബാക്കി ഒരു 1/2 കപ്പും കൂടി പഞ്ചസാര ചേർത്ത് കൊടുക്കുകയാണ്. അപ്പോൾ പാലട വെക്കുമ്പോൾ നമുക്ക് അതിൽ ആവശ്യത്തിന് നല്ലപോലെ മധുരം വേണം, എങ്കിൽ മാത്രമേ നമുക്ക് ആ പാലടയുടെ കറക്റ്റ് ആയിട്ടുള്ള ഒരു ടേസ്റ്റ് നമുക്ക് കിട്ടുള്ളൂ. ഇനി നമുക്ക് കണ്ടില്ലേ, നല്ല പിങ്ക് കളറിലൊക്കെ ആയിട്ടുണ്ട്. ക്യാമറയിൽ അത്ര ക്ലിയർ ഒന്നല്ല. പിന്നെ ഉണ്ടല്ലോ, നമുക്ക് ഏതെങ്കിലും വിശേഷ ദിവസങ്ങളിലൊക്കെയാണ് ഇതേപോലെ നല്ലൊരു പാലട പായസം ഉണ്ടാക്കണമെന്നുണ്ടെങ്കിൽ തലേദിവസം തന്നെ നമുക്ക് അതിന് വേണ്ട പാലൊക്കെ കുക്കറിൽ വേവിച്ച് വെക്കാം. അതേപോലെ തന്നെ അടയൊക്കെ നല്ലപോലെ വേവിച്ച് തണുത്തുള്ളത്തിലൊക്കെ 2-3 പ്രാവശ്യം കഴുകി വെള്ളം വാർന്ന് നമുക്ക് ഫ്രിഡ്ജിൽ സൂക്ഷിക്കാം. ഇങ്ങനെയൊക്കെ ചെയ്ത് നമുക്ക് കുറച്ചും കൂടി എളുപ്പമായിട്ട് നമുക്ക് വേഗം പാലട ഉണ്ടാക്കാം. അപ്പോൾ നമ്മളുടെ പാല് നല്ലപോലെ തിളച്ച് കുറുകി വന്നിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് ഇതിലേക്ക് ഒരു പിഞ്ച് ഉപ്പ്, അതിന്റെ മധുരം ഒന്ന് ബാലൻസ് ചെയ്യാനായിട്ട് ഇട്ട് കൊടുക്കുക. അതിനുശേഷം മെല്ലെ ഒന്ന് ഇളക്കി യോജിപ്പിക്കുക. അപ്പോൾ ഏകദേശം 1 മണിക്കൂറോളം ഇളക്കിയ ശേഷം നമ്മളുടെ പാലൊക്കെ പാകത്തിന് വെറ്റി കുറുകി വന്നിട്ടുണ്ട്. ഒരുപാട് കുറുകിയ പരുവത്തിൽ നമുക്ക് എടുക്കേണ്ട ആവശ്യമില്ല, കാരണം പാലട തണുക്കും തോറും അത് നല്ല കട്ടയ്ക്ക് ആയിക്കോളും. നമ്മളിതാ കുക്കറിൽ പാലൊക്കെ വേവിച്ചത് കൊണ്ട് നേരത്തെ തന്നെ പാലിനൊക്കെ നല്ല പിങ്ക് കളർ കിട്ടിയിട്ടുണ്ടായിരുന്നു. എന്നാലും നമ്മൾ 1 മണിക്കൂർ എടുത്ത് മീഡിയം ഫ്ലെയിമിൽ ഇളക്കി വറ്റിച്ചിട്ടാണ് നമ്മളിതാ ഇതിങ്ങനെ കുറുക്കി കൊണ്ടുവന്നിരിക്കുന്നത്. ഈ ഒരു ലൂസ് ഇരുന്നോട്ടെ കേട്ടോ. ഇനി നമ്മൾ ഇരുന്ന് തണുക്കുമ്പോൾ നമുക്ക് സദ്യയിലൊക്കെ കിട്ടുന്ന പോലെയുള്ള നല്ല കട്ടിയായിട്ടുള്ള പാലട ആയിക്കോളും. ഞാനിപ്പോൾ ചൂടോടുകൂടി തന്നെ നിങ്ങളെ സെർവ് ചെയ്ത് കാണിക്കാം. അപ്പോൾ പാലട കപ്പിൽ ഇതേപോലെ നമ്മൾ കോരി ഒഴിക്കുമ്പോൾ മനസ്സിലാവും എത്രത്തോളം കുറുകിയിട്ടാണ് നമുക്ക് പാലട കിട്ടിയിരിക്കുന്നത് എന്നുള്ളത്. പിന്നെ ഉണ്ടല്ലോ, നമ്മളുടെ ഈ പാലടയിൽ നമ്മൾ കാഷ്നട്ടോ മുന്തിരിയോ ഒന്നും വറുത്തിടേണ്ട ആവശ്യമില്ല കേട്ടോ. പാലടയ്ക്ക് അതിൻ്റെ തനതായിട്ടുള്ളൊരു ടേസ്റ്റ് കിട്ടണമെങ്കിൽ ഇതേപോലെ വേണം ഉണ്ടാക്കാനായിട്ട്. അപ്പോൾ നമ്മളുടെ പാലട ഒന്ന് ഇളക്കി കാണിക്കാം. അപ്പോൾ എത്രത്തോളം കുറുകിയതാണെന്ന് നമുക്ക് മനസ്സിലാവും. ഇനി തണുക്കും തോറും നല്ലപോലെ ഒന്ന് ഇത്രയും കൂടി നന്നായിട്ട് കുറുകി വരും. അപ്പോഴുണ്ടല്ലോ 200 ഗ്രാമിന്റെ പാക്കറ്റിന് നമുക്ക് 2.5 കപ്പ് പഞ്ചസാര, 3 ലിറ്റർ പാല്, ഈ ഒരു മെഷർമെന്റ് നമ്മൾ പഠിച്ചു വെച്ച് കഴിഞ്ഞാൽ നമുക്ക് എപ്പോൾ പാലട ഉണ്ടാക്കാൻ തോന്നിയാലും നമുക്ക് വേഗം ഉണ്ടാക്കാനായിട്ട് സാധിക്കും. അതേപോലെ തലേദിവസം കുക്കറിൽ പാലൊക്കെ ഒന്ന് വേവിച്ച് അടയൊക്കെ ഒന്ന് വേവിച്ച് വെച്ച് കഴിഞ്ഞാൽ കുറച്ചും കൂടി എളുപ്പമായി. അപ്പോൾ എല്ലാവരും വീടുകളിലൊന്ന് ട്രൈ ചെയ്ത് നോക്കാം.
നമ്മുടെ പുതിയ വ്യൂവേഴ്സൊക്കെ ഉണ്ടെങ്കിൽ നമ്മളുടെ ചാനലൊക്കെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ അടുത്ത ആഴ്ച നമുക്ക് നല്ലൊരു വീഡിയോയുമായിട്ട് വീണ്ടും കാണാം. അതുവരെ എല്ലാവർക്കും നന്ദി, നമസ്കാരം.